ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഉണക്കസ്രാവ് കറി വെച്ച് കൂട്ടിയിട്ടുള്ളവരായിരിക്കുമല്ലോ. സാധാരണയായിട്ട് കറി വെക്കാറുള്ളവരാണ്. ഞാൻ എത്ര നോക്കിയാലും ഉണക്കസ്രാവ് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് അതിൻ്റെതായിട്ട് വരത്തില്ല കേട്ടോ. പക്ഷെങ്കില് അമ്മ ഉണക്കസ്രാവ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് അമ്മ വെക്കുന്ന രീതിയിൽ ഒന്ന് കറി വെച്ച് കാണിക്കാമേ. ആദ്യം ചീൻചട്ടി ചൂടായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. അമ്മയാണ് മീൻകറി വെക്കുന്നത് കേട്ടോ. അമ്മ ഉണക്കസ്രാവ് കറി വെക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ തന്നെ വെക്കാൻ പറഞ്ഞു. എണ്ണ ചൂടായി വരുന്നുണ്ടേ. കടുകിട്ടു. കടുക് പൊട്ടിയിട്ടുണ്ട്. നേരം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, എല്ലാം ആവശ്യത്തിന് സാധാരണ മീൻകറിക്ക് വേണ്ടിയ പോലെ. ഇഞ്ചി, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതെല്ലാം കൂടെ ഒന്ന് കടുക് മൂപ്പിച്ചെടുക്കുക. എല്ലാരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത്. കറിവേപ്പില, കറിവേപ്പിലേക്ക് ഒരു വെള്ളമേ ഉണ്ട്, ഒന്ന് കഴുകിയെടുക്കുന്നല്ലേ. അതെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ അടുത്തത് പച്ചമുളക് കയറിയതാണേ. പച്ചമുളക് ഒക്കെ ആയാലും ടേസ്റ്റ് മീൻകറിക്കകത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. എരി എത്രയും വേണോ അതിന്റെ അനുസരിച്ച്. പച്ചമുളക് ഇട്ടു. ഞാൻ 4 പച്ചമുളക് എടുത്തത്. അതിനുശേഷം എന്താ, തേങ്ങാക്കൊത്ത്. സ്രാവ് കറിക്ക് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞു കുറച്ച് തേങ്ങാക്കൊത്തൂടെ കൂടുതൽ ഇടിപ്പിച്ചത്. കുറച്ച് സവാള, അമ്മ എന്നോട് പറഞ്ഞു എന്നെ കാണണ്ട, നീ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും അമ്മ വെക്കുന്ന മീൻകറി മതി. അന്നേരം പിന്നെ അമ്മയെ കാണുന്നതിനെന്നാ. നല്ലപോലെ ഒന്ന് വഴറ്റണേ. കുറച്ച് മുളക് പൊടി എരിക്കനുസരിച്ച്. ഞാൻ എരിയുള്ളത് എരി ഇല്ലാത്തതും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ചിലര് ഈ സ്രാവ് കറി വെക്കുന്നതിനകത്ത് നേരെ അങ്ങ് ഇടത്തേ ഉള്ളൂ, ഡയറക്റ്റ് ഇടത്തേ ഉള്ളൂ മുളക് പൊടിയൊക്കെ. ഇങ്ങനെ മൂപ്പിച്ചെടുക്കത്തില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, രണ്ട് നല്ലപോലെ പഴുത്ത തക്കാളി ഉണ്ട്, തക്കാളിയും കൂടെ ഇടുക. എല്ലാം ഒന്ന് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഉണക്കസ്രാവ് ആയതുകൊണ്ട് അതിന് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. എങ്കിലും നമ്മൾ കുറെ നേരം മുമ്പേ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഉപ്പൊക്കെ പോയതാ. അപ്പം ഇത്രയും കൂടെ ഉപ്പ് മതിയേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് വെന്ത് കിട്ടണമല്ലോ. മാത്രമല്ല കുറച്ച് ചാറും കൂടെ വേണം. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് ചേമ്പ്, ചീമച്ചേമ്പ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടത്തില് പച്ച ഏത്തക്കായും കൂടാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നിങ്ങൾ എങ്ങനെയാ വെക്കുന്നതെന്നൊന്ന് കമന്റ് ഇടണേ, ഇങ്ങനെ തന്നെയാണോന്ന്. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി പഴുത്തതാണല്ലോ ഇട്ടേ, അതിന് പുളിയൊന്നും വരത്തില്ല. അതിനുശേഷം സ്രാവ് നല്ലപോലെ ഉപ്പൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ സ്രാവാണ്. ഈ സ്രാവ് മീന് കുറച്ച് മുള്ളൂടുള്ളതാണ് കറിക്ക് ടേസ്റ്റ് കേട്ടോ. കുറച്ച് മേടിച്ചപ്പോ മുള്ളുള്ളത് മാറ്റി വെച്ചതാ കറി വെക്കാനും വേണ്ടി. അത്രയും വെള്ളം മതിയോ? ഇനി അതിന് മുകളില് ഇതുപോലെ രണ്ട് കറിവേപ്പിലയും ഇടുവാണ്. ഇനി അത് അടച്ചു വെച്ച് കുറച്ചൊന്ന് പറ്റണം. വേവുകയും പറ്റുകയും കൂടെ ചെയ്യണം. കഴിഞ്ഞപ്പോ അമ്മയുടെ മുഖത്തൊരു സംതൃപ്തിയായി കേട്ടോ. ചാറൊക്കെ ഒന്ന് പറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർക്കുകയാണ്. ഇച്ചിരി ഇതുപോലെ ഒന്ന് പറ്റിയതിന് ശേഷം മാത്രമേ തേങ്ങ ചേർക്കാവൂ കേട്ടോ. ചിലർ ആദ്യം അങ്ങ് ചേർക്കും. ആദ്യം ചേർത്താലും ഒട്ടും കൊള്ളാതെ വരും കറി. ഇത് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കല്ലേ. ഒന്ന് തിളച്ച് കഴിയുന്ന ഉടനെ തന്നെ നമുക്കിത് ഓഫ് ആക്കിയിടണം, അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞ പോലെ വരും. ഇപ്പൊ എന്തായാലും ഉപ്പ് നോക്കാമേ.
ഉപ്പുമീനായിരുന്നു, അതിന്റെ ഉപ്പ് കളഞ്ഞതാണ്. പിന്നെ ബാലൻസ് ചെയ്യാനും വേണ്ടി നമ്മൾ ചേമ്പ് ഏത്തയ്ക്ക ചേർത്തിട്ടുണ്ടല്ലോ. എങ്കിലും ഉപ്പ് കറക്റ്റ് ആണ് ഇപ്പം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും തിളച്ചാൽ മതി. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ എത്ര നോക്കിയാലും ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് ഉണക്കസ്രാവ് കറി വെപ്പിക്കുന്നത്. ഉണക്കസ്രാവ് കറി വെച്ച ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ആ മുള്ളും എല്ലാം കൂടെ വേണം, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിപ്പോ ചൂടായതുകൊണ്ടാണ് ഇത്രയും വെള്ളമായിട്ട് കിടക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്രേവി ഇതായിട്ട് കിടക്കുന്നില്ലേ. അപ്പൊ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ. ഈ ഉണക്കസ്രാവ് കറിയും വെച്ചിട്ട് പച്ചക്കപ്പ പുഴുങ്ങിയതും കൂടെ ഒന്ന് കഴിക്കാൻ എന്തോ ടേസ്റ്റ് ആണെന്നറിയാം. പ്രത്യേകിച്ച് ഉണക്കസ്രാവിന് മുള്ളൊക്കെ വേണം, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ രീതിയിലാണോ ഉണ്ടാക്കാറുള്ളത്? ഇല്ലെന്ന് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരി മറ്റുള്ളവർക്കൊന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. കണ്ട, ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ചാറുള്ള പോലെ തോന്നുന്ന വരിയിലും തണുത്ത് കഴിയുമ്പോ നല്ല കുറുകി വന്നോളും കേട്ടോ. നല്ലതാണ് ഇത് പച്ചക്കപ്പ പുഴുങ്ങിയതിലൂടെ ഈ ഉണക്കസ്രാവ് കറി കൂട്ടാന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്നൊന്ന് പറയണേ. നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നെന്ന് വരില്ല, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. ഉണ്ടോ, എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഉണക്കസ്രാവ് കറി നല്ല ടേസ്റ്റ് ആയി. ഈ രീതിയിൽ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതും പച്ചക്കപ്പ പുഴുങ്ങിയതും കൂടെ എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയാം. ഇപ്പൊ ഇച്ചിരി ഗ്രേവി ഉള്ള പോലെ തോന്നുന്ന വരിയിലും ഇത് തണുത്ത് കഴിയുമ്പോ ഒന്നുകൂടെ അങ്ങ് കുറുകിക്കോളുമേ. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്ന വരിയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഇന്ന് ഞാനേ ഉണക്കസ്രാവ് കറി വെച്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനല്ല കറി വെക്കുന്നത്, അമ്മയാണ്. നല്ല ടേസ്റ്റ് അമ്മ ഉണക്കസ്രാവ് കറി വെക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കാണാമേ. ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാരും ഉണക്കസ്രാവ് കറി വെച്ച് കൂട്ടിയിട്ടുള്ളവരായിരിക്കുമല്ലോ. സാധാരണയായിട്ട് കറി വെക്കാറുള്ളവരാണ്. ഞാൻ എത്ര നോക്കിയാലും ഉണക്കസ്രാവ് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് അതിൻ്റെതായിട്ട് വരത്തില്ല കേട്ടോ. പക്ഷെങ്കില് അമ്മ ഉണക്കസ്രാവ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് അമ്മ വെക്കുന്ന രീതിയിൽ ഒന്ന് കറി വെച്ച് കാണിക്കാമേ.